ഹായ് ഇന്ന് ഒരു മാക്ബുക്ക് റിപ്പയർ ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളൊക്കെ ടെക്നീഷ്യന്മാരാണ്. അപ്പോൾ ഐഫോൺ ആണെന്നുണ്ടെങ്കിലും അതേപോലത്തെ ആൻഡ്രോയിഡ് ഡിവൈസ് ഒക്കെ നമ്മൾ റിപ്പയർ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ അതേപോലെ പെട്ടെന്ന് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു മേഖലയല്ല ഈ ലാപ്ടോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ മാക്ബുക്ക് അല്ലേ? യെസ്. മാക്ബുക്കിൽ അതിൻ്റേതായിട്ട് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്ബുക്ക് അതായത് A1466 എത്രയാണ് 2017 അല്ലേ? 2017 അതാണ് മാക്ബുക്ക് എയർ അല്ലേ? മാക്ബുക്ക് എയർ 2017. ഇതിന് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റെന്താവണില്ല, ഒരു യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്നീഷ്യൻ അല്ല, യൂസറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസ് എന്താവുന്നുണ്ട്, ഓൺ ആവുന്നുണ്ട്, പക്ഷെ എന്തില്ല, ഡിസ്പ്ലേയിൽ ഒന്നും വരുന്നില്ല. അതേപോലെ തന്നെ കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫാന് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോണിനെ സംബന്ധിച്ചിട്ട് ഒരു ഓഫായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്ത് കഴിഞ്ഞാലോ നമുക്ക് എന്താ അറിയണം എന്നുള്ളതിന് ഏകദേശം ഏറെക്കുറെ ധാരണകൾ ഉണ്ടാവും എല്ലാവർക്കും. ഫോണിൽ ഫാനില്ല, അതാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്ത് എങ്ങനെ ഫാനുള്ള ഫോൺ കിട്ടും. ഫാനുള്ള ഫോണുണ്ട്, ഓക്കെ, ഇത് എങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എന്തായിരുന്നു പ്രശ്നം എന്നുള്ളതാണ് നമ്മളിതൊന്ന് ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ അത് സെറ്റ് ചെയ്താലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രശ്നം എന്താണ് എന്നുള്ളത്, എങ്ങനെ കണ്ടെത്തി എന്നുള്ള അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു കാരണം ഓൾറെഡി നമ്മൾ സിറാജ് സാർ നമ്മോട് പറഞ്ഞുതരും. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിന്റെ കണ്ടീഷന്, നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് ഇത് റെഡി ആയത്? ഓക്കെ, അപ്പം മാക്ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ വോൾട്ടേജുകളും നമുക്ക് ചെക്ക് ചെയ്യേണ്ട കേസ് വരുന്നുണ്ട്, ചാർജിങ് മുതൽ എൻഡ് വരെ. അപ്പോൾ ഇതിനിപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് ഇതിലെന്തായിരുന്നു, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഫാൻ ഏത് സമയത്താണ് വർക്ക് ചെയ്യുക? നമ്മളെ CPU പ്രൊസസ്സർ തണുപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഫാൻ ഉള്ളത്. അതായത് ഒരു കമ്പ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഫാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സിസ്റ്റം ഓൺ ആയി കഴിഞ്ഞാൽ സ്പോട്ടിൽ എന്ത് ചെയ്യും, CPU പ്രൊസസ്സർ തണുപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഫോണിൽ നമ്മൾ ഫാന് കാണില്ല, പിന്നെ അതൊക്കെ ഒരു റെഡ് മാജിക് അങ്ങനെ കുറച്ച് മോഡലിൽ വരുന്നുണ്ട് ഫാൻ. ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു ഡിസ്പ്ലേ പോയതാണോ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വേറെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബോർഡ്. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മെമ്മറി ആയിട്ട് വരുന്ന ഒരു കൺട്രോളിങ് IC ഉണ്ട്, അത് ഓൾറെഡി റിപ്പയർ ചെയ്തിട്ടുണ്ട്. SMC കോമൺ കംപ്ലൈന്റ് ആണ്. പക്ഷേ ഈ IC എല്ലാം ഇതിനകത്ത് ഇടാൻ പറ്റില്ല. പിന്നെ നോക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഫ്ലെക്സ് കാര്യങ്ങളെല്ലാം കണ്ടു. നോർമലി ചെയ്യുന്ന കേസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചെന്നൈയിലുള്ള ഒരു കസ്റ്റമർ ഏതോ ഒരു പോസ്റ്റ് കണ്ടിട്ട് അവർ കമൻറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് അങ്ങനെ കൊറിയർ വിട്ടതാണ്. അങ്ങനെയാണ് ഞാനിത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടോട്ടൽ വോൾട്ടേജുകളെല്ലാം ചെക്ക് ചെയ്തപ്പോൾ എൻഡ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻസ് ഉണ്ട്, ചിലൊരു സീക്വൻസ് ഉണ്ട്. അത് ബേസ് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ ലാസ്റ്റ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, പവർ എല്ലാം പ്രസന്റ് ആണ്. അതായത് സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് വോൾട്ടേജുകൾ വരുന്നുണ്ട്. പക്ഷെ എന്തില്ല, ബൂട്ടിങ് ആവുന്നില്ല. ബൂട്ടിങ് ആവുന്ന ബൂട്ട് ലോഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതായത് ഡിസ്പ്ലേ വരുന്നില്ല, സൗണ്ട് വരുന്നില്ല, കീബോർഡ് ഇല്ല, പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സെറ്റ് ഓൺ ആണ്. ആ കണ്ടീഷൻ നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് ഇങ്ങനെ ഒരു കേസ് കണ്ടാൽ തന്നെ നോർമലി നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. നമ്മൾ PC ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ നോർമൽ ലാപ്ടോപ്പ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആദ്യം ചെയ്യും റാം റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ റാം എന്ന് പറയുന്നത് ഓൺ ബോർഡ് റാം എന്ന് പറയാം. അതായത് സാധാ ഒരു മൊബൈൽ ഫോണിന്റെ BGA മാതിരി വരുന്ന സാധാ ഒരു EMMC മാതിരി ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. അതായത് ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സാധാരണ നമ്മളിപ്പോ ഫോണിനകത്ത് വരുന്ന നമ്മൾ നോർമൽ റാം ആണെങ്കിൽ തന്നെ നോർമൽ റാം ആണ് മുകളിലുള്ള ചിപ്പ് എന്തായാലും ഡയറക്റ്റ് ഇതിലേക്ക് ഫിക്സ് ചെയ്ത്, അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഫോണിനകത്ത് പറയുമ്പോൾ ഒരു EMMC എങ്ങനെയാണോ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതേപോലെയാണ് ഇതിന്റെ റാം വന്നിട്ടുള്ളത് പ്ലേസ്. ഇതിന് 1, 2, 3, 4 ചിപ്പാണ് വരുന്നത്. ഒന്ന് എത്ര GB വരുന്നത്? 512 അങ്ങനെ ടോട്ടൽ MB ഒക്കെ വരിക. 2GB റാം, 8GB റാം അനുസരിച്ച് ഇതിന്റെ ഒന്നിന്റെ കപ്പാസിറ്റി എത്രയാണോ അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക റാം വരുന്നത്. പിന്നെ റാം ചെക്ക് ചെയ്യാനാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഇതിനകത്ത് എഴുതിയത് 8GB ആണ് റാം എഴുതിയിട്ടുള്ളത്. 4 റാം ആണെങ്കിൽ ഒരു റാം എന്ന് പറയുമ്പോൾ 2GB, ഏകദേശം ഒരു 512 2GB അങ്ങനെയൊക്കെയാണ് പല കാറ്റഗറി വരുന്നത്. അത് 2GBന്റെ 4 വെച്ചിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 8GB റാം ആണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മളിത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ റാമിൽ വരുന്നൊരു വോൾട്ടേജിൽ ചെറിയൊരു വേരിയേഷൻ കണ്ടു. അതായത് റാമിന്റെ ഇൻപുട്ട് വോൾട്ടേജിൽ ചെറിയൊരു വേരിയേഷൻ നമുക്ക് ഓസിലോസ്കോപ്പ് വെച്ചാണ് ചെക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഈ സെയിം വോൾട്ടേജ് 4 റാമിലേക്കും ഒരേപോലെ പോകുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഏത് റാമാണ് നമുക്ക് കൺഫേം ചെയ്യാം. അതിപ്പം സത്യത്തിൽ എൻ്റെ കംപ്ലൈൻറ്റ് വാട്ടർ എൻട്രി ആയിരുന്നു.
വാട്ടർ ഡാമേജ് ആയതായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഇതിൻ്റെ മുമ്പത്തെ ആൾ സർവീസ് ചെയ്തിട്ട് ആ മാർക്കിംഗ് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതിലാണ് വാട്ടർ ആയതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, 4 റാം റിമൂവ് ചെയ്തു. ഓക്കെ, 4 റാം റിമൂവ് ചെയ്തപ്പം ഒരു റാമിൻ്റെ അടിയിൽ എന്തായിട്ടുണ്ട്, നന്നായിട്ട് ഫംഗസ് കയറി ഡാമേജ് റാമിൻ്റെ ഡാമേജ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ റാം ഇതിനകത്തേക്ക് ഫിക്സ് ആണ് ചെയ്തത്. പുതിയത് റീപ്ലേസ് ചെയ്തു. ഒരു EMMC ഒക്കെ മാറ്റുന്ന മാതിരി റാമിന്റെ ആ ഒരു ചിപ്പ് എത്ര GB 2 GB ആണെങ്കിൽ 2 GB നമ്മൾ മാറ്റി കൊടുക്കും. അപ്പോൾ ഒരു 2 GB അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വിൻഡോസ് ഇതേപോലത്തെ സാധാരണ നോർമൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു റാം മാറ്റണം എന്നുണ്ടെങ്കിൽ വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഉള്ളത് 2 GB ആണെങ്കിൽ മാറ്റി 8 GB ഒക്കെ പോയിട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയുക DDR3 ഓ 4 ഒക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ആ സ്ലോട്ടൊക്കെ പുതിയ റീപ്ലേസ് ചെയ്താൽ മതി, സെറ്റ് ഡിവൈസ് ഓൺ ആയി വന്നോളൂ. മാക്ബുക്കിൽ ഇതേപോലെ റാമും അതേപോലെ നമുക്കിപ്പോൾ ഒരു EMMC, അതായത് ഇപ്പോൾ ടെക്നീഷ്യന്മാർക്ക് പൊതുവെ BGIs റീബോൾ ചെയ്യാനും വെക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഇല്ലല്ലോ. അതേപോലെ ഈ റാം മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് റീബോൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് വർക്കാവോ? ഇല്ല, വർക്കാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ആക്കാം, സെയിം നമ്പർ എല്ലാം സെയിം ആയിരിക്കണം. ഇൻ കേസ് സെയിം അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് സിമ്പിൾ അല്ല. ഒരു കോൺഫിഗറേഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് സെയിം അല്ലാതെ ഇപ്പോൾ 2 GB നമ്മൾ വേറൊന്ന് കിട്ടി എന്തെങ്കിലും മാറ്റുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുക? പിന്നെ അതിനൊരു കോൺഫിഗറേഷൻ ഉണ്ട് റാമിൻ്റെ. നമ്മളിപ്പം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും. ലോജിക്, ഹൈ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് ബേസ് ചെയ്തിട്ട് ഓരോ കമ്പനിക്ക് ഓരോ GBക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, അതിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ മാറ്റാൻ പുറത്തുള്ള ടൂളാണോ ഉപയോഗിക്കുന്നത് അതോ? അത് നമ്മളെ ആ ഒരു സിമാറ്റിക്സ് നോളജാണ് അതിന് വേണ്ടത്. സിമാറ്റിക് നോളജാണ് ഇവിടെ എന്ത് പ്ലേസ് ചെയ്യണം എന്നുള്ളത്. അത് നോർമലി നമ്മളെ ഐപാഡൊക്കെ വൈഫൈ അൺലോക്ക് ചെയ്യുന്ന ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു കോൺഫിഗറേഷൻ ചെയ്യുന്ന പോലെ ഇതിനകത്തൊരു കോൺഫിഗറേഷൻ ഉണ്ട്. പക്ഷെ അതിനൊരു റൂൾ ഉണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഐപാഡിൻ്റെ കേസിലാണെങ്കിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കന്നെ വേണം. അപ്പോൾ ഇതൊരു റാം മാറ്റുകയാണ്. ഇപ്പോൾ സാധാരണ ഇഷ്ടത്തെ സംബന്ധിച്ച് സിമ്പിളായിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോണിനകത്ത് ഇപ്പോൾ നമ്മൾ ഐഫോണിൻ്റെ ഹാർഡ് ഡിസ്ക്, ഇപ്പോൾ ഒരു iPhone 11 വരെയുള്ള ഹാർഡ് ഡിസ്ക് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പഴയ ഹാർഡ് ഡിസ്കിൽ നിന്ന് കുറേ ഡാറ്റ അതിലേക്ക് കോപ്പി ചെയ്ത് സീരിയൽ നമ്പർ മാക്കൊക്കെ കോപ്പി ചെയ്ത് അതിലേക്ക് ഇട്ട് JC പോലത്തെ ടൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, പ്രോഗ്രാം ചെയ്ത് തൈക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വർക്കാവും. അതേപോലെ അല്ല ഇതിൽ അങ്ങനെ പ്രോഗ്രാമിംഗ് അല്ല ഇതിൽ വരുന്നത്. ഇതിൽ ഈ പറയുന്ന മാതിരി അതിൻ്റെ സ്കീമാറ്റിക്സ് നോക്കിയിട്ടുള്ള ചെറിയൊരു കോൺഫിഗറേഷനാണ് ഇതിൽ വരുന്നത്. ഇനിയിപ്പോൾ ഇതേ ബോർഡിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 4 GB റാം വരുന്നുണ്ട്. 4 GB റാം വരുന്നത് അത് നമുക്ക് 8 GB മാറ്റാം. അതെല്ലാ മോഡലിലും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനി ഇറക്കുമ്പോൾ നമ്മളിപ്പോൾ ഹാർഡ് ഡിസ്കിൽ ഐഫോണിൽ വരുന്നുണ്ട്. ഇപ്പോൾ 7 ആണെങ്കിൽ തന്നെ 32 വരുന്നുണ്ട്, 64, 128 വരുന്നുണ്ട്. 64 ഇല്ലാന്ന് തോന്നുന്നു, 128, 256, 512 വരെ ചെയ്യുന്നുണ്ട് മെമ്മറിയുടെ കേസിൽ. പക്ഷെ റാം നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. റാം 7-ലാണെങ്കിൽ 2 GB ആണെങ്കിൽ 7+ൽ 3 GB ആണ്. പക്ഷെ മാക്ബുക്കിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ ഇതിൽ വരുന്ന കോൺഫിഗറിൽ വരുന്ന ബോർഡുകളാണെങ്കിൽ, മീൻസ് ഒരേ മോഡൽ നമ്പർ, ഇയർ ബേസ് എല്ലാം വരുന്ന ബോർഡുകളാണെങ്കിൽ അത് 4 GB ആണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഒരു കസ്റ്റമർ ഒരു മാക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് എത്രയാണ് റാം, എത്രയാണ് റോം. അപ്പം അത് അവർക്ക് ചെറിയ ഇതിലുള്ളതാണെങ്കിൽ, മീൻസ് 128 GB റോമും അതുപോലെ തന്നെ 4 GB റാമാണ്. പിന്നീട് അവർക്ക് തോന്നുകയാണ് എനിക്ക് കുറച്ച് GB കൂടുതൽ കൂട്ടണം. അതായത് ഐഫോണിന്റെ കേസിൽ മെമ്മറി എങ്ങനെയാണോ കൂട്ടാൻ തോന്നുന്നത് അതേപോലെ റാം നമുക്ക് മാക്ബുക്കിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാൻ ചെയ്യാൻ പറ്റും. നല്ല ചാർജർ ആണോ ഒരു പുതിയ റാം വാങ്ങുന്ന സമയത്ത്? ചാർജ് ഉണ്ടാവും. ഇത് അവൈലബിലിറ്റി ഭയങ്കര പ്രോബ്ലംസ് ആണ്, ഭയങ്കര ഡിമാൻഡാണ്. ബോർഡ്സ് അവൈലബിൾ അല്ല, സ്പെയർ കുറച്ച് റിസ്ക് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സ്പെയർ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എന്താണ്, മാക്ബുക്കിൻ്റെ ഒരു സെറ്റ് വന്ന സമയത്ത് വന്ന ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കംപ്ലൈൻറ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് റാം വരുന്നത്. ഇതിൽ ഒരു ചിപ്പായിരുന്നു ഡാമേജ് ഉണ്ടായിരുന്നത്, നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സെറ്റ് ഫുള്ള് വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് എന്തെങ്കിലും ഓൺ ആക്കിയിട്ട് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതേപോലെ ഇതിപ്പോൾ ഒരു മാക്ബുക്കുമായി ബന്ധപ്പെട്ടൊരു കംപ്ലൈൻ്റ് ആണ്. ഇതേപോലെ റാം ചേഞ്ച് ചെയ്യൽ, SMC എന്താണെന്നുള്ളതും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അത് നിലവിൽ ഒരു BGA റീബോൾ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ഐഫോൺ ലെവലിൽ നിങ്ങൾ സ്കീമാറ്റിക്സ് നോക്കിയിട്ട് കുറച്ചൊരു നോളജ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ലേൺ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു മൊബൈൽ ഫോൺ 1 വർഷമോ 2 വർഷമോ പഠിച്ചിട്ട് നേരെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിട്ട് വരും ചെയ്യും. പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ടൈം കുറച്ച് കൊടുക്കും. ഇപ്പം നിലവിൽ മാത്രമല്ല
ഈ വരുന്ന ആൾക്കാരുടെ താല്പര്യമാണ് ഇതിന് മെയിൻ. അതായത് ഒരു എന്താ പറയുക, ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു സാധനം റെഡിയാക്കി എടുക്കണം. കാരണം ഇതിപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇതൊരു ഫോൺ റിപ്പയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കര വിശാലമാണ്. ഭയങ്കര വിശാലമായിട്ട് നമുക്ക് സ്പേസ് ഉണ്ട്. ഓരോ കമ്പോണന്റ് തമ്മിൽ വലിയ അടുത്തില്ല. നേരെ വെച്ചാൽ ഐഫോണിൻ്റെ ഒക്കെ ഒരു കമ്പോണന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് 1 mm 2 mm ഒക്കെ ക്യാപ്പ് ഉണ്ടാവില്ല. ഇതിനൊക്കെ വിശാലമാണ്. എന്നാൽ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ചധികം വലിയ ചിപ്പുകളാണ്, അല്ലെങ്കിൽ കപ്പാസിറ്ററുകളും ഡയോഡുകളൊക്കെയാണ് ഇതിൽ, കോയിലുകളൊക്കെയാണ് വരുന്നത്. എന്നാലും വളരെ സിമ്പിളാണ്. പക്ഷെ എന്ത് വേണം, സ്കീമാറ്റിക്സ് പ്രോപ്പറായിട്ട് വരണം. ചൂടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും റെഡിയാക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മാത്രമല്ല, കസ്റ്റമർ സംബന്ധിച്ച് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് അല്ലേ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കമ്പോണൻസിനും അതിൻ്റെതായിട്ടുള്ള ജോബ് ഉണ്ട്. ജമ്പറിങ്ങും ഷോർട്ടിങ്ങും റിമൂവിങ്ങും എന്ത് പറ്റില്ല, മാക്കിൻ്റെ കേസിൽ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് വാല്യൂ ഫിക്സ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സാധനം നമുക്ക് എന്ത് ചെയ്തൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് നോക്കുക. പാക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇതാക്കുക. ഇതിൻ്റെ റിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ കാര്യങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഇത് എന്താണ്, കാരണം ഓൾറെഡി ഒരു ഷോപ്പിൽ നിന്ന് ഇത് റിപ്പയർ ചെയ്ത് വന്നതാണ്. ഓക്കെ, അത് നമുക്കത് എന്താണെന്നുള്ള നമുക്ക് അത്ര പെട്ടെന്ന് കാണാം. കാരണം വാട്ടർ ഡാമേജ് ആണ് ഡിവൈസ്, കുറേ സംഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പാക്ക് ചെയ്തിട്ട് ഓണാവുന്ന ആ ഒരു സംഗതിയോടും കാണിച്ച് തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും മാക്ക് പഠിക്കണം എന്നുണ്ടെങ്കിലും, ആൻഡ്രോയിഡിൻ്റെ കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിലും, ഐഫോണിൻ്റെ കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BPixുമായിട്ട് കോൺടാക്ട് ചെയ്യുക അല്ലേ. പഠിപ്പിച്ചെടുത്തൂടെ? 100%. ഓക്കെ.